പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ നിഴലിലാഴ്ത്തിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന അതീവ ഗുരുതരമായ സൈനിക നീക്കങ്ങളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഗൾഫ് മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ US നാവികസേനയുടെ കപ്പലിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ മേഖലയിലാകെ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നേരിട്ടുള്ള ആക്രമണം വൻ ശക്തികൾ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷത്തെ പെട്ടെന്ന് തന്നെ സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ ഈ ഒറ്റ സംഭവം കാരണമായി തീർന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന അമേരിക്കൻ കപ്പലിനെ ലക്ഷ്യമിട്ട് ഇറാൻ വ്യോമാക്രമണം നടത്തിയത്. മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത നയതന്ത്ര സൈനിക അസ്വാരസ്യങ്ങളുടെ തുടർച്ചയായാണ് ഈ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. US സൈനിക സാന്നിധ്യത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഈ ആകാശയാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തെക്കൻ ഇറാന്റെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ അതിശക്തമായ സ്ഫോടന പരമ്പരകൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പുലർച്ചെയോടെ നഗരവാസികളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വൻ ശബ്ദത്തോടെയുള്ള സ്ഫോടനങ്ങൾ ഒന്നൊന്നായി മുഴങ്ങി കേൾക്കുകയായിരുന്നു. വൻ സ്ഫോടന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന പ്രദേശവാസികൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വിവരങ്ങളാണ് ഈ സ്ഫോടനത്തിന്റെ ഭീകരത ആദ്യമായി പുറം ലോകത്തെ അറിയിച്ചത്. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ നിരീക്ഷണ ശൃംഖലയായ ഫെയ്റ്റെക്സ് ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പുലർച്ചെ 1:30-നും 1:43-നും ഇടയിലാണ് ബന്ദർ അബ്ബാസ് നഗരത്തെ കുലുക്കിയ സ്ഫോടനങ്ങൾ ഉണ്ടായത്. കേവലം 13 മിനിറ്റിനുള്ളിൽ 3 മുതൽ 4 തവണ വരെ അതിശക്തമായ സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടായതായാണ് മേഖലയിൽ നിന്നുള്ള പ്രാദേശിക സന്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായി ഉണ്ടായ സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ നഗരത്തിലെ പല കെട്ടിടങ്ങളും കുലുങ്ങിയതായും രാത്രിയുടെ നിശബ്ദതയിൽ ഈ ശബ്ദം കിലോമീറ്ററുകളോളം അകലങ്ങളിലേക്ക് വരെ കേൾക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ഏജൻസിയും ബന്ദർ അബ്ബാസിലുണ്ടായ സ്ഫോടന വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കിഴക്കൻ ബന്ദർ അബ്ബാസ് മേഖലയിലാണ് പുലർച്ചെ 1:30-ഓടെ വൻ 3 സ്ഫോടനങ്ങൾ ഉണ്ടായതെന്നാണ് ഫാർസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ ഈ വിവരം പുറത്തുവിട്ടതോടെ സംഭവം അതീവ ഗുരുതരമാണെന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് സംശയമില്ലാതായി. ബന്ദർ അബ്ബാസിനെ പിടിച്ചുകുലുക്കിയ ഈ വൻ സ്ഫോടനങ്ങളുടെ യഥാർത്ഥ ഉറവിടം എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പൂർണ്ണമായ ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സ്ഫോടനത്തിന്റെ ആഘാതം എവിടെയാണ് ഉണ്ടായതെന്നും നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണങ്ങൾ ഇറാൻ സൈന്യവും സുരക്ഷാ ഏജൻസികളും സംയുക്തമായി ആരംഭിച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഉണ്ടായ ഉടൻ തന്നെ ബന്ദർ അബ്ബാസ് നഗരത്തിലെയും സമീപത്തെ സൈനിക താവളങ്ങളിലെയും ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി സജീവമാക്കിയതായും ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആകാശത്തു നിന്നുള്ള ഏതൊരു നീക്കത്തെയും ചെറുക്കാൻ ലക്ഷ്യമിട്ടാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചത്. സ്ഫോടന ശബ്ദം കേട്ടതിന് പിന്നാലെ വ്യോമ പ്രതിരോധ മിസൈലുകൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നതായും ചില പ്രാദേശിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മേഖലയിലെ ഈ പെട്ടെന്നുള്ള സൈനിക നീക്കങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ. ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക പോർ വിമാനങ്ങൾ ഗൾഫ് മേഖലയിലുടനീളം ആകാശ നിരീക്ഷണം ശക്തമാക്കിയതായാണ് സൂചന. ഇറാന്റെ ഭാഗത്തു നിന്നും ഇനിയും വ്യോമാക്രമണങ്ങൾ ഉണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പെന്റഗൺ. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക താവളങ്ങളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രധാന താവളങ്ങളും സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഒരു നഗരമാണ് ബന്ദർ അബ്ബാസ്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലുണ്ടായ സ്ഫോടനങ്ങൾ ഇറാന്റെ സൈനിക പ്രതിരോധ ശേഷിക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇറാൻ ആശ്രയിക്കുന്നത് ബന്ദർ അബ്ബാസിലെ നാവിക സാന്നിധ്യത്തെയാണ്. ആഗോള എണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ പാതയാണ് ഹോർമുസ് കടലിടുക്ക്.
ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്കും കടന്നു പോകുന്നത് ഇറാന്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു സൈനിക അസ്ഥിരത പോലും ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. അമേരിക്കൻ കപ്പലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ വ്യോമാക്രമണം കേവലം ഒരു പ്രാദേശിക തർക്കമായി ഒതുങ്ങാൻ സാധ്യതയില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സഖ്യകക്ഷികളായ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രയേലും ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് മേഖലയിലെ US സഖ്യസേനകളും തങ്ങളുടെ യുദ്ധസജ്ജത ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ആക്രമണത്തിനിരയായ അമേരിക്കൻ കപ്പലിന് എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നോ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നതോ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ US സെൻട്രൽ കമാൻഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. സൈനിക രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനായി വിവരങ്ങൾ നിയന്ത്രിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ അപ്രതീക്ഷിത ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ഈ നീക്കം മേഖലയിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യങ്ങളെയും പ്രതിസന്ധിയിലാക്കും. ബന്ദർ അബ്ബാസിലെ അന്വേഷണം പൂർത്തിയാകുന്നതോടെ സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരുമെന്നാണ് ഇറാന്റെ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ വ്യോമാക്രമണമാണ് സ്ഫോടനത്തിന് പിന്നിലെങ്കിൽ അത് പരസ്യമായി സമ്മതിക്കാൻ ഇറാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. തങ്ങളുടെ വ്യോമ പ്രതിരോധം തകർത്തുകൊണ്ട് അമേരിക്കൻ പോർവിമാനങ്ങൾ രാജ്യത്തിനുള്ളിൽ ബോംബാക്രമണം നടത്തിയെന്ന് സമ്മതിക്കുന്നത് ഇറാന് വലിയ നാണക്കേടുണ്ടാക്കും. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണവും ബന്ദർ അബ്ബാസിലെ തുടർച്ചയായ സ്ഫോടനങ്ങളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പുതിയൊരു യുദ്ധയുഗത്തിലേക്ക് നയിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ മിഡിൽ ഈസ്റ്റിന് ഏറെ നിർണായകമാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടാതിരിക്കാനും മേഖലയിൽ പൂർണ്ണമായ ഒരു യുദ്ധം ഒഴിവാക്കാനും ആഗോള നേതൃത്വം അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വരും മണിക്കൂറുകളിൽ പെന്റഗണിൽ നിന്നും ടെഹ്റാനിൽ നിന്നും പുറത്തുവരുന്ന ഔദ്യോഗിക പ്രസ്താവനകളായിരിക്കും ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കുക.